ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന അവൽ വിളയിച്ചതാണ് കേട്ടോ. അതിപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നൊന്നുമില്ല. എല്ലാം ഇപ്പോൾ പുതുതായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്രിസ്മസിന് ഇതുണ്ടാക്കിയതാണ് കേട്ടോ. അതിപ്പോൾ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. ആദ്യം തന്നെ ഒരു 1/2 കിലോ നമ്മുടെ റെഡ് അവലില്ലേ, നല്ല തിക്ക് അവൽ, അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ കേട്ടോ. അത് നന്നായി എണ്ണയൊന്നുമില്ല, ചുമ്മാ സാധാരണ മാതിരി നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. എല്ലാം കരികരി എന്നുള്ള ആ ഒരു സൗണ്ട് വരുന്നവരെ നല്ലോണം വറുത്തെടുക്കണം. അതൊരു 5 മിനിറ്റെങ്കിലും ആകും. അത് നല്ലോണം അത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം നമ്മളത് വറുത്തെടുത്ത് കൈ കൊണ്ട് അതിങ്ങനെ പൊടിച്ച് നോക്കുന്ന സമയത്ത് അത് പൊടിയും. ആ സമയം വരെ നമ്മളത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു തേങ്ങ, ഒരുവിധം നല്ല വലിയ തേങ്ങ കേട്ടോ, മീഡിയം സൈസ് അല്ല, കുറച്ചും കൂടെ നല്ല വലിയ തേങ്ങ ഒരെണ്ണം മുഴുവൻ ഞാൻ എടുത്തു. അതിൻ്റെ എങ്ങനെയെങ്കിലും നമ്മളൊരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3 കപ്പ് ഉണ്ടാകും അത് തേങ്ങ. അത് ഞാൻ നല്ലോണം ചിരകിയിട്ട് അത് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. അതും ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ആദ്യം ഞാൻ വറുത്തെടുക്കുന്നത്. ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ആദ്യം. ഇച്ചിരി നേരം ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. തേങ്ങ നല്ല ഡീപ്പ് ഫ്രൈ എന്ന് വെച്ചാൽ നല്ലോണം മൊരിഞ്ഞു വരും. അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറിയിട്ട് തേങ്ങയും നെയ്യിൻ്റെയും കൂടെ ആ ഒരു മിക്സ് ഈ കളറായി വരും കേട്ടോ. നല്ലോണം പൊടിച്ചെടുത്തു ഞാനത്. കളർ മാറിയത് കണ്ടില്ലേ, അതേപോലെ കളർ മാറ്റിയിട്ട് നമ്മൾ നന്നായി വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം വേറൊരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് നമ്മുടെ പൊട്ടുകടലയാട്ടോ, പൊട്ടുകടല, ഗ്രാംതാൾ എന്ന് പറയില്ലേ, നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനൊക്കെ എടുക്കുന്നത്, ആ പൊട്ടുകടല എടുത്തിട്ട് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ അതിനകത്ത് എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല, വെറുതെ ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കാഷ്യൂനട്ട് നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അത് ഇപ്പോൾ പൊട്ടുകടലയും കാഷ്യൂനട്ടും കൂടെയാണ് ഞാനത് കുറച്ച് നന്നായിട്ട് ഒരു പകുതിയോളം നല്ലോണം അത് വറുത്തെടുത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ള എള്ള കേട്ടോ ഇത് ഇടുന്നത്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് വെള്ള എള്ള് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഇനിയിപ്പോൾ അത് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. കളറൊക്കെ നല്ലോണം മാറി വന്ന് ഒരു ചുമന്ന നിറമാകും. അതുവരെ നമ്മളത് നല്ലോണം വറുത്തെടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ വറുത്തെടുത്താൽ കുറച്ച് ദിവസത്തേക്ക് അത് ഇരിക്കത്തുള്ളൂ. നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറും ഒക്കെ നമ്മൾ ഉപയോഗിക്കാം. ഇത് കുറച്ച് നാളത്തേക്കൊക്കെ ഇരിക്കും അത്. പിന്നെ ഞാനൊരു 1/2 കിലോ ശർക്കര അത് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അത് ശർക്കര അതൊരു 3 പീസായിട്ട് ഞാനത് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ട് കഴിഞ്ഞ ശേഷം 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുക കേട്ടോ. നല്ലോണം അത് മെൽറ്റായി വരും, കുറച്ച് നേരം ആകും അത് മെൽറ്റ് ചെയ്യാനായിട്ട്. അത് നല്ലോണം മെൽറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പം അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാനതിനെ അരിച്ചെടുക്കുക കേട്ടോ. അതിനകത്ത് വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് കണ്ടാണ് ഞാനത് അരിച്ചെടുക്കുന്നത്. അധികം വലിയ അഴുക്കൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു, കല്ലുമൊന്നും ഇല്ലായിരുന്നു അധികം. എന്നാലും ഞാനതങ്ങ് അരിച്ചെടുത്തു. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ അരിച്ച ശർക്കരപ്പാനി ഞാൻ തിരിച്ചങ്ങോട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുകയാണ് അതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകല ഒരു ഉപ്പ്, 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ടാണ് ഞാൻ ഉപ്പിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഏലക്ക അത് ഇട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞ ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച് ഞാൻ ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാനതെടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തത്. ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക്. ഈ അവൽ വെളിച്ചതിൽ പിന്നെ കുറച്ച് നല്ലോണം ചൂടാക്കി വെച്ചിരുന്നു നെയ്യ്, അതൊരു 3 സ്പൂണ് അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ. നെയ്യ് ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ഇടുന്നത്. എല്ലാം കൂടി ഇട്ട് നല്ലോണം കൂട്ടി ഇളക്കി കഴിഞ്ഞ ശേഷം അത് കുറച്ച് നേരം തിളയ്ക്കാൻ വിടണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ വേഗം അങ്ങ് പൊട്ടുകടലയും നമ്മുടെ കാഷ്യൂനട്ടും എള്ളും കൂടെ വറുത്ത് വെച്ചിരുന്നില്ലേ, അത് അതിലേക്ക് ഇടുകയാണ് ഞാൻ. അതൊന്ന് തിളച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിലേക്ക് ഞാൻ ഇതങ്ങ് ഇട്ടു അതിനകത്തേക്ക്. പിന്നെ തേങ്ങ വറുത്ത് വെച്ചിരുന്നില്ലേ നെയ്യിൽ, ആ വറുത്ത തേങ്ങയും കൂടെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടു. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണേ. നമ്മൾ വേഗം അത് ചെയ്യണം. ശർക്കര നമ്മളത് പറ്റിപ്പോകരുതല്ലോ, പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേഗം അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് വേഗം ചെയ്തെടുക്കുന്നത്. അത് അടുപ്പ് നല്ലോണം സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ, തീരെ കുറച്ച് വെച്ചാൽ മതി. ഇതൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരെ. ഒരിക്കലും നമ്മൾ ഫാസ്റ്റായിട്ട് ഇടരുത് സ്റ്റൗവ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അവല് വറുത്ത് വെച്ചിരുന്നില്ലേ, അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുകയാണ്. അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം നമ്മളത് വറുത്തെടുക്കണേ. വറുത്തെന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഞാനത്. സ്റ്റൗ സിമ്മിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇട്ടിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ശർക്കരപ്പാനിയും അവലും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. അതേപോലെ നല്ലോണം യോജിച്ചെടുക്കുക. ഇത് കുറേ നാളത്തേക്ക് ഇരിക്കും കേട്ടോ ഈ അവല്. നമ്മളെല്ലാം നല്ലോണം വറുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അത് ഇരുന്നോളും. നമ്മളൊരു നല്ലോണം ആറിക്കഴിഞ്ഞ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറില്ലേ, അതിലിട്ട് വെച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഈ ചാനൽ കണ്ടു കഴിഞ്ഞ ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണം കേട്ടോ. തീരെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.